ഡൊണാൾഡ് ട്രംപിന്റെ ഭരണത്തിൽ അമേരിക്ക കടത്തിലേക്ക് നീങ്ങുന്നതായി റിപ്പോർട്ട്. ഗുരുതര പ്രതിസന്ധിയിലാണ് രാജ്യം ഉള്ളത്. 37.8 ലക്ഷം കോടി ഡോളറായി രാജ്യത്തിന്റെ കടം ഉയർന്നു. ഇത് നിക്ഷേപകരെയും ആഗോള വിപണിയെയും കൂടുതൽ ആശങ്കയിലാഴ്ത്തി. ഫെഡറൽ കടത്തിന്റെ GDP അനുപാതം 100% അടുത്താണെന്നും അത് ഉയരുകയാണെന്നും മുന്നറിയിപ്പുണ്ട്. വിവരങ്ങളുമായി MG മിഥുൻ ചേരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ എന്താണ് അമേരിക്കയുടെ ഒരു സാഹചര്യം? ഈ ട്രംപ് ഭരണകൂടത്തിന്റെ പാളിച്ചകൾ അത് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ആര്യ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് അമേരിക്ക നീങ്ങുന്നതായിട്ടുള്ള ചില ഗുരുതരമായിട്ടുള്ള സ്ഥിതിവിശേഷം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഈ പറഞ്ഞതുപോലെ തന്നെ പ്രതിമാസം ഈ തിരിച്ചടയ്ക്കാനുള്ള പലിശ മാത്രം ഏകദേശം 1.2 ലക്ഷം കോടി രൂപ, അതായത് കോടി ഡോളർ വരുന്നു. അത് ആ രീതിയിലാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ കടബാധ്യത നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന തരത്തിലുള്ള ചില ഗുരുതരമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒപ്പം തന്നെ ഈ ഫെഡറൽ കടത്തിൻ്റെ കാര്യത്തിൽ അത് GDP അനുപാതം ഏകദേശം 99.9% ഇപ്പോൾ നിലവിലെ കണക്ക് പ്രകാരം. അത് ഈ രീതിയിലുള്ള പ്രവണതകൾ തുടർന്നു പോയാൽ വരും വർഷങ്ങളിൽ തന്നെ അത് 102% ഉയരാനുള്ളൊരു സാഹചര്യമുണ്ട്. അത് തള്ളിക്കളയാനാകില്ല എന്നുകൂടി സാമ്പത്തിക വിദഗ്ധരൊക്കെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ട്രംപ് ഭരണകൂടത്തെ ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിൽ ഇത് അറിയിക്കുകയും ചെയ്തു. ഇതിൻ്റെ വിശദമായ റിപ്പോർട്ട് കൈമാറുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഇത് GDP വളർച്ച 4.5% മാത്രമാകുമെന്നുള്ള ഒരു പ്രവചനങ്ങൾ കൂടി വരുന്നുണ്ട്. പ്രത്യേകിച്ച് ആഗോളതലത്തിലെ ആഗോള സമ്പന്നരായി കണക്കാക്കപ്പെടുന്ന ഒന്നാമൻ അത്തരത്തിൽ അമേരിക്കയെ പോലുള്ള ഒരു രാഷ്ട്രം ഇത്രയും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുന്ന സാഹചര്യം പ്രത്യേകിച്ച് ഈ എല്ലാ കാലങ്ങളിലും പ്രഖ്യാപിക്കുന്നതാണ് ഇത്തരത്തിലൊരു ഷട്ട് ഡൗൺ രാജ്യത്തെ സംബന്ധിച്ച്. അത് 2019 35 ദിവസം നീണ്ടുനിന്ന ഏറ്റവും ദൈർഘ്യമേറിയിട്ടുള്ള രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും ദൈർഘ്യമേറിയിട്ടുള്ള ഒരു ഷട്ട് ഡൗൺ അതായിരുന്നുവെങ്കിൽ ഇപ്പോഴത് അനന്തമായി ഇങ്ങനെ നീളുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ 37 ദിവസം പിന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും ദൈർഘ്യമേറിയ ഒരു ഷട്ട് ഡൗണിലേക്ക് ഇപ്പോൾ അമേരിക്ക പോവുകയാണ്. ഇപ്പോഴും ഒരു വ്യക്തതയില്ല എന്നുള്ളതാണ്. ഈ വരുന്ന ബജറ്റിലേക്ക് ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ധനാനുമതി ബില്ല് പാസ്സാക്കാനോ അല്ലെങ്കിൽ അത് ഒപ്പുവെക്കാനോ ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കൻസും തമ്മിലുള്ള ആ ഒരു പോര് അത് രൂക്ഷമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. ഇതുവരെയും ആ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഇരുപക്ഷവും തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിനിടയിലാണ് ഈ കടബാധ്യതയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയും ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് സമീപകാല ബജറ്റ് കണക്കുകൾ കാണിക്കുന്നതനുസരിച്ച് 2025 സാമ്പത്തിക വർഷത്തിലെ ധനക്കമ്മി മാത്രം ഏകദേശം 1.809 ലക്ഷം കോടി ഡോളർ, അതായത് GDPയുടെ 6% കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതിൻ്റെ ധനക്കമ്മി മാത്രം നോക്കുമ്പോൾ 6.7% എത്തിയേക്കാം. അത്രത്തോളം രൂക്ഷമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോയേക്കാം. ഇത് ധനമേഖലയെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്ന തരത്തിലേക്ക് പോവുകയും ചെയ്യും. ഒപ്പം തന്നെ തീരുവകളിലൂടെ ചെലവ് നികത്താൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസം ട്രംപ് ഭരണകൂടം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിരുന്നു ഇന്ത്യ അടക്കമുള്ള മറ്റ് രാജ്യങ്ങളിൽ കനത്ത തീരുവ ഏർപ്പെടുത്തുകയും അതിൽ നിന്ന് കൂടുതൽ സാമ്പത്തികം ഉറപ്പിക്കാം എന്ന രീതിയിലേക്ക് ട്രംപ് നോക്കിക്കാണുകയും അത് നടപ്പിലാക്കുകയും ചെയ്തു. പക്ഷേ അത് ആ രീതിയിൽ ഉള്ള നടപടികൾ അത് ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതി അടക്കം രംഗത്ത് വരുന്ന ഒരു സ്ഥിതിവിശേഷം, അതിൽ നിന്ന് ഏതെങ്കിലും തരത്തിലൊരു തിരിച്ചടി ഉണ്ടായാൽ അതും വലിയ പ്രതിസന്ധിയിലേക്ക് രാജ്യത്തെ തള്ളിവിടും എന്നുള്ള കാര്യത്തിൽ തന്നെയാണ് ഇപ്പോഴത്തെ ഈ റിപ്പോർട്ടുകൾ കൂടി അത് വെച്ച് ചേർത്ത് വായിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ നേരത്തെ ഫെഡറൽ കോടതി എടുത്ത നിലപാട് നമുക്കറിയാം. അതേ രീതിയിലാണോ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു വിധി ഉണ്ടാകുന്നതെങ്കിൽ അത് ട്രംപിന് കനത്ത തിരിച്ചടിയാകും. പ്രത്യേകിച്ച് 1977 എമർജൻസി എക്കണോമിക്സ് ആക്ട് പ്രകാരമാണ് ഈ ഒരു തീരുവ നയം അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ മറ്റ് രാജ്യങ്ങൾക്ക് മേൽ ട്രംപ് അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നത്. പക്ഷേ അത് നിലനിൽക്കില്ല എന്നുള്ളതാണ്. ആ ഒരു നിയമം തന്നെ വ്യവസ്ഥ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ കോടതി അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകിച്ച് ഓരോ രാജ്യങ്ങൾക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്താം. പക്ഷേ ഇങ്ങനെ അധിക തീരുവ അത് നികുതി ചുമത്തിക്കൊണ്ട് ഒരു തരത്തിലും മറ്റ് രാജ്യങ്ങൾക്ക് മേൽ ഈ രീതിയിലുള്ള നടപടി ഒരു ട്രംപ് അതായത് അമേരിക്കൻ പ്രസിഡന്റ് സ്വയമേ തീരുമാനിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതിന് കോൺഗ്രസ് ഉണ്ട്. ആ കോൺഗ്രസ് അടക്കം ചർച്ചകൾ ചെയ്ത് സെനറ്റിലേക്കടക്കം ഈ വിഷയം പറഞ്ഞാൽ അത് അവിടെയും പൂർണ്ണമായും തീരുമാനത്തിലേക്ക് എത്തി അത് വോട്ടെടുപ്പിനിട്ട് അത് ഒരു നിയമമായി മാറിയതിനു ശേഷം മാത്രമേ അങ്ങനെ ഒരു നടപടികളിലേക്ക് ഏകാധിപതിയെ പോലെ ട്രംപിന് ഒരിക്കലും അങ്ങനെ നീങ്ങാൻ കഴിയില്ല എന്നുള്ള ഒരു വിമർശനമാണ് കോടതിയുടെ ഭാഗത്ത് വരികയും ചെയ്യുന്നത്. ഒപ്പം തന്നെ ചില സംശയങ്ങളും കോടതി പ്രകടിപ്പിക്കുകയും ചെയ്തൊരു പശ്ചാത്തലമുണ്ട്. ഇതൊക്കെ ഏത് തരത്തിലാകാം ഈ വിഷയത്തിൽ ട്രംപിനെ തിരിച്ചടിയാകാൻ പോകുന്നത് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ വലിയ കടുത്ത
കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് അമേരിക്ക നീങ്ങാം. പ്രത്യേകിച്ച് സ്നാപ്പ് അടക്കമുള്ള പ്രധാനപ്പെട്ട അതായത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ലഭ്യമാകേണ്ട ആ തുക $350 എന്ന അനുപാതത്തിലാണ് മാസാമാസം ഒരു ദരിദ്ര പട്ടികയിൽപ്പെടുത്തിയിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ലഭ്യമാകേണ്ടത്. അവർക്ക് സ്നാപ്പ് എന്ന ഒരു പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ട് ആ പദ്ധതി ഇതുവരെയും അതായത് അമേരിക്കയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ആ സ്നാപ്പ് പദ്ധതി മുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അതടക്കം മുടങ്ങുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അടിയന്തര സാഹചര്യത്തിൽ അടിയന്തര കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട ഫണ്ടിൽ നിന്നും ഈ തുക വകമാറ്റി ചെലവഴിക്കണം എന്നുള്ള നിർദ്ദേശം ഫെഡറൽ കോടതി ഒരു വിധിയായി പുറപ്പെടുവിച്ചിട്ടുണ്ട്. പക്ഷേ അത് താൽക്കാലികമായി അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകേണ്ടതില്ല. ഒരാളും പട്ടിണി കിടക്കേണ്ടി വരില്ല, ഒരു തരത്തിലും ആ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തില്ല എന്ന് ട്രംപ് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമുണ്ട്. എന്തായാലും നിലവിൽ ഈ റിപ്പോർട്ട് പ്രകാരം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് അമേരിക്ക നീങ്ങുന്നു എന്നുള്ളതാണ്. ആര്യ, എം ജി മിഥുനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.